തമ്പുരാനുമായിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഫൗസ്റ്റീനെ പറയാണ് ഈ നിരുത്സാഹം. അതുപോലെ തന്നെയാണ് മരുഭൂമി അനുഭവം. മരുഭൂമി അനുഭവം പിന്നെ പറയാണ് വരൾച്ച. അതിനെയാണ് വരൾച്ച എന്ന് പറഞ്ഞത്. അതിനെയാണ് ഈ സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ പറയുന്നത്. അതായത് ആത്മീയ വരൾച്ച ഉണ്ടാവും നമുക്ക്. ഇവിടെ നമുക്ക് എല്ലാവർക്കും, ഞങ്ങളൊക്കെ അനുഭവിക്കുന്ന കാര്യമാണ്. ഇനി അതിനെക്കുറിച്ചുള്ള സങ്കല്പമല്ല, വിശുദ്ധരൊക്കെ കടന്നുപോയ വഴികൾ തന്നെയാണ് ആത്മീയ വരൾച്ച ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഒരു മരുഭൂമി അനുഭവം നമുക്കുണ്ടാവും. ഒന്ന് മരുഭൂമി അനുഭവത്തെ കുറിച്ച് പറയുന്നതാണ്. അതായത് നമുക്ക് ധ്യാനാത്മകമായ പ്രാർത്ഥനയ്ക്കിടയിൽ ചിന്തകളോടോ ഓർമ്മകളോടോ ആധ്യാത്മിക വികാരങ്ങളോടോ യാതൊരു അഭിരുചിയും തോന്നാതെ ഹൃദയം ദൈവത്തിൽ നിന്ന് അകലുന്നതിനാണ് മരുഭൂമി അനുഭവം, വരൾച്ച എന്ന് പറയുന്നത്. ഹൃദയത്തിൽ ഒരു ദൈവസ്നേഹം ഇല്ലാത്തൊരവസ്ഥ. പ്രാർത്ഥിക്കുന്നുണ്ട്, പള്ളിയിൽ പോകുന്നുണ്ട്, പക്ഷെ ഒരു വരൾച്ച. ഹല്ലേലൂയ. നിങ്ങൾക്ക് അത് അനുഭവപ്പെട്ടുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ ചോദ്യം ചോദിച്ചോണ്ടിരിക്കുന്നില്ല, പക്ഷെ എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. അത് അച്ഛന് പറയാൻ പറ്റും അല്ലെ? എനിക്ക് നിങ്ങളുടെ കാര്യമൊന്നും ചോദിച്ച് സമയം കളയാനില്ല. ഈ ആത്മീയ വരൾച്ച അനുഭവപ്പെടാറുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു വൈകാരികമായ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ സഭ പഠിപ്പിക്കുകയാണ്. ഈ ധ്യാനം, ഇത് പ്രാർത്ഥിക്കും. ധ്യാനം എന്ന് പറഞ്ഞാൽ ചിന്തകളോടോ ഓർമ്മകളോടോ എന്ന് പറഞ്ഞാൽ ദൈവം തന്നിന് ഒരുപാട് അനുഭവങ്ങള്, ഒരുപാട് അനുഗ്രഹങ്ങള്, ഇതൊന്നും ആ സമയത്ത് ഒരു സന്തോഷകരമായ ഒരു അനുഭവമായി മാറിയത്. അവിടെ ആദ്യാത്മിക യാതൊരു അഭിരുചിയും തോന്നാത്ത എന്ന് പറഞ്ഞാൽ ഈ ഒറ്റ കാര്യം പറഞ്ഞാലേ, ഈ കൊറോണ വന്നു കഴിഞ്ഞാൽ വന്നവരുണ്ടോ? കൈ പൊക്കാവോ? എനിക്ക് വരാത്തോണ്ട് എനിക്കറിയില്ല. കൊറോണ വന്നവർ അല്ലെ? അതായത് അധികം ഈ നമ്മുടെ പിതാവൊക്കെ കൂടി സെന്റ് ജോൺസിൽ കിടക്കുമായിരുന്നു. അപ്പം ഈ അവിടുന്ന് വെള്ളയാങ്കുടി ഇടവയെന്നൊക്കെയുള്ള ചേട്ടന്മാരും ആൾക്കാരൊക്കെയാണ് പിതാവിനൊക്കെ ഭക്ഷണം കൊണ്ട് കൊടുത്തത്. അപ്പൊ പിതാവിനെയും പ്ലാച്ചിക്കലച്ഛനെയും അപ്പൊ ഞാനും തച്ചുനലച്ഛനും ഒരു ബ്രദറും മാത്രം നമ്മുടെ ഇറക്കിയുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. കൊറോണ വരാതെ ബിഷപ്പ് ഇരിക്കാം. അപ്പൊ അവരെ വിളിക്കും, ഭക്ഷണം കഴിച്ചോ? കഴിച്ചു, പക്ഷെ പൊങ്ങ് കഴിക്കുന്ന പോലെയാണ് എന്ന് പറഞ്ഞാൽ ഒരു രുചിയില്ല അല്ലെ? അത് നിങ്ങൾ കൊറോണ വന്നവർക്കറിയാം അല്ലെ? ഹല്ലേലൂയ. ശരിക്കും പനി വന്നാലും അങ്ങനെ പറയാറുണ്ട്. പനി വന്നു കഴിഞ്ഞാൽ എന്താ, വായിക്കാത്തൊരു രുചിയില്ലെന്ന് പറയാം അല്ലെ? ആത്മീയ ജീവിതത്തിൽ ഇങ്ങനെ അവസ്ഥയുണ്ട് എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിച്ചിട്ട് പ്രത്യേകിച്ച് ഒരു ദൈവാനുഭവം ഒന്നും ഉണ്ടാകുന്നില്ല എന്ന് പറഞ്ഞാൽ അതിങ്ങനെ കുളിര് കൊരിടുക, പാടുക, തുള്ളുക എന്നുള്ളതല്ല. അത് ചിലപ്പോൾ ഈ സ്തുതിപ്പിന്റെയും പ്രാർത്ഥനയുടെ സമയത്തൊക്കെ വരും. പക്ഷെ അതല്ല, നിലനിൽക്കുന്ന ഒരു ദൈവാനുഭവത്തിലേക്ക് വരുന്ന പ്രാർത്ഥനയിലേക്കാണ് നമ്മൾ പോകേണ്ടത്. ഹല്ലേലൂയ. നമുക്ക് അങ്ങനെ ഒരു പ്രാർത്ഥനാ ജീവിതം ഉണ്ടാകണം. ഞാനും ആഗ്രഹിക്കുന്നല്ലോ ഈ നോമ്പൊക്കെ, അല്ലെങ്കിൽ ഓരോ നോമ്പും നമുക്ക് മുമ്പിൽ വെക്കുന്ന ഒരു വെല്ലുവിളിയാണ് എന്ന് പറഞ്ഞാൽ ഒരു ആത്മീയ പോരാട്ടത്തിന് വേണ്ടി. പിരിക്കുമല്ലോ, ശരീരത്തിൽ സഹിക്കാതെ പ്രാർത്ഥനയിൽ അനുഭവത്തിലേക്ക് വരാൻ പറ്റിയത്. ഹല്ലേലൂയ. ശരീരത്തിൽ, അത് ശരീരം ഫീൽ ചെയ്യണം. പ്രാർത്ഥിക്കുവാണെന്ന് ഒരു ശരീരത്തിൽ അനുഭവപ്പെടണം. ഞാൻ പ്രാർത്ഥനയുടെ മനുഷ്യനാണെന്ന് ഒരു ശരീരം കൊണ്ടാണ്. കാരണം ഈ ശരീരത്തിനാണ് ദൈവത്തെ ആരാധിക്കുന്നത്. ഈ ശരീരമാണ് ദൈവത്തിന്റെ ആലയം അല്ലെ? 1 കൊരിന്തോസ് 6 നമ്മൾ കാണുന്നുണ്ട്. ഈ ശരീരമാണ് ദൈവത്തിന്റെ ആലയം. അതുകൊണ്ട് ഈ ശരീരത്തിൽ അനുഭവപ്പെടണം. അതായത് ഈ ശരീരത്തിൽ അനുഭവപ്പെടാത്ത ഒരു അവസ്ഥയാണ് ആത്മീയ വരൾച്ച എന്ന് പറയുന്നത്. പ്രാർത്ഥിക്കാൻ പോയി, പള്ളിയിൽ പോയി, കുർബാനയ്ക്ക് പോയി അനുഭവമില്ല. ചുമ്മാ അവിടെ കണ്ടു, പാട്ട് കേട്ടു, ഗാനം കേട്ടു, നല്ല പാട്ടായിരുന്നു, അല്ലെങ്കിൽ നല്ല ഭംഗിയുടെ പാട്ടായിരുന്നു, അല്ലെങ്കിൽ പാട്ട് മോശമായിരുന്നു, അല്ലെങ്കിൽ ആൾക്കാർമാരുടെ വായന മോശമായിരുന്നു, അല്ലെങ്കിൽ ലേഖനം വായിച്ച് തിരിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞ് കുറെ കമന്റുകളൊക്കെ പറഞ്ഞ് നമ്മൾ പള്ളിയിൽ നിന്ന് മടങ്ങിപ്പോരും. ഹല്ലേലൂയ. അല്ലെങ്കിൽ അവിടെ അച്ഛന് തെറ്റിപ്പോയി, അല്ലെങ്കിൽ അവിടെ തിരികെത്തുപോയി. അപ്പൊ നമ്മളിങ്ങനെ കുറെ കാര്യങ്ങൾ കണ്ടോണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ നടക്കണം. അവിടെ കുറച്ചുപേര് കയറി വന്നിട്ടുള്ളവർ കണ്ട് ഇവിടുന്നാരൊക്കെ ഡ്രസ്സ് ഇട്ടുകൊണ്ട് വരുന്നത് എങ്ങനെയാണ്? നമ്മളിങ്ങനെ കുറെ അഭിപ്രായങ്ങൾ അല്ലെ? പള്ളിക്കകത്ത് പ്രാർത്ഥിക്കാൻ തോന്നിയല്ല. ഇങ്ങനെ കുറെ 100 പ്രശ്നങ്ങളാണ് നമ്മളൊരു കുർബാന കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ നമുക്കുള്ളത്. പക്ഷെ നമുക്ക് പ്രാർത്ഥിച്ചിട്ടൊരു അനുഭവമില്ല. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാൻ പോയിട്ട് കുർബാന ഒരു അനുഭവം അതല്ല. പ്രിയപ്പെട്ടവരെ, അതൊരു പോരാട്ടം നടത്തണം. ഇനി വരാൻ പോകുന്നത് അതായത് വിഭൂതി കർത്താവിന്റെ കുരിശടയാളം ഇട്ട് നമ്മൾ ഒരു പ്രാർത്ഥനയിലോട്ട് കയറും. പ്രിയപ്പെട്ടവരെ, ഒരു ആത്മീയ വളർച്ചയിലേക്ക് ഗോതമ്പ് മണി നിലത്തു വീണ് അഴിയുന്നത് പോലെ അഴിയാനായിട്ട് നമുക്ക് ഈ 50 നോമ്പിനെ ഏറ്റെടുക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് അതൊരു ഒരു തീവ്രമായ ഒരു അഭിലാഷമാണ്. അങ്ങനെ ഒരു ആത്മീയ വളർച്ചയിലേക്ക് വരാൻ വേണ്ടി നമ്മൾ ഈ വിശുദ്ധരുടെയൊക്കെ മാധ്യസ്ഥം തേടണം.